ലെനിന്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന മാർക്സിന്റെ ആശയങ്ങൾ വിശ്വസിക്കുന്ന ചെഗുവേരയുടെ ആശയങ്ങൾ വിശ്വസിക്കുന്ന പുതിയ തലമുറ ഉണ്ടായിട്ടുണ്ട്, ഇനിയും വളർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു കാര്യമില്ല. കാരണം കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ലെഫ്റ്റിന് എന്ത് സംഭവിച്ചു, ബി.ജെ.പി. ഐഡിയോളജിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരിടത്തും ലെഫ്റ്റിന് ജനകീയമായിട്ടുള്ള സ്വാധീനമില്ല. ഈ തകർന്ന് തരിപ്പണമായിരിക്കും. ലെഫ്റ്റ് ഉട്ടോപ്യനായിട്ടുള്ള ചിന്താഗതിയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. വികസന വിരോധികളാണ്. എവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പട്ടിണിയും ദാരിദ്ര്യവും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ. എന്നാൽ നേതാക്കന്മാർ മുഴുവൻ പണക്കാരായി. ഇതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യനെ കബളിപ്പിക്കുന്ന ഇത്രയും ഹിപ്പോക്രസിയുള്ള വേറൊരു സിദ്ധാന്തമില്ല. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവല്ലോ നാൽക്കാലിക്കും ഉണ്ടാക്കി വിട്ട കോവർ കഴുതകൾ ഇവന്മാർ ഈ പരട്ട വർത്താനം കേട്ടോണ്ടിരിക്കും. തലയ്ക്കകത്ത് ലേശം ഒരു ഞോളപ്പെരിപ്പുള്ളവർ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു നോക്കണം. 1930 മുതൽ 1970 വരെ സോവിയറ്റ് യൂണിയന്റെ GDP പെർ ക്യാപിറ്റ എത്രയാണെന്നൊന്ന് അന്വേഷിച്ചു നോക്കണം. അതായത് ഈ രണ്ട് കാലഘട്ടത്തിനുള്ളിൽ 1500 to 1791 USD വരെ സ്റ്റേബിൾ ആയിരുന്നു. പിന്നെ ഈ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ പോപ്പുലേഷൻ വെറും 16 കോടി മാത്രമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് സോവിയറ്റ് യൂണിയൻ 241.7 മില്യൺ GDP നേടിയെടുക്കുന്നതും ലോകത്തിലെ സാമ്പത്തിക ശക്തികളിൽ 2ാം സ്ഥാനത്ത് വരുന്നതും. 4700 വിയറ്റ്നാമിന്റെ GDP പെർ ക്യാപിറ്റ. വെറും 10 കോടി ജനങ്ങളുള്ള രാജ്യമാണ് വിയറ്റ്നാം. വെറും 80 ലക്ഷം പോപ്പുലേഷനുള്ള ലാവോസിന്റെ GDP പെർ ക്യാപിറ്റ എത്രയാണെന്ന് നിനക്കൊക്കെ അറിയാവോ മന്ദബുദ്ധി? 2700 USD ആണ്. പിന്നെ വെറും 1 കോടി 10 ലക്ഷം പോപ്പുലേഷനുള്ള ക്യൂബയുടെ പോയി നോക്ക്, 9000 18,000 USD ആണ്. പിന്നെ നോർത്ത് കൊറിയയുടെയും ചൈനയുടെയും കേസ് ഒന്നും മിണ്ടുക പോലും ചെയ്യണ്ട, നീ ഒന്നും മുട്ടോളം എത്തൂല. ഇവന്മാരെ പോലുള്ള മതതീവ്രവാദികൾ ചെന്ന് ബാക്ക് കഴുകി കൊടുക്കണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ. ഇതിൽ നമ്മുടെ രാജ്യത്തിന്റെ പോപ്പുലേഷനും GDP പെർ ക്യാപിറ്റയും പറയുന്നതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. കേരളത്തിന് വരേണ്ടത് 4780. വെറും 80 ലക്ഷം പോപ്പുലേഷനുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യം ലാവോസിനെ പോലും ഇന്ത്യ മറികടന്നിട്ടില്ല. കാരണം BJP ഗവൺമെന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഇത് മനസ്സിലാക്കാൻ പോലും പട്ടിയോളം വെളിവില്ലാത്ത കോവർ കഴുതകളാണ് ഈ നാടിന്റെ ഇപ്പോഴത്തെ നാശം. ഇനി ഇതുപോലുള്ള വിവരം കേട്ട BJP നേതാക്കന്മാരുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കുക, നിങ്ങളുടെ കാലിന്റെ ഇടയ്ക്കല്ല ലോകം, ജനങ്ങളുടെ കൈക്കുള്ളിലാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ കോവർ കഴുതകൾക്ക് നിങ്ങളെ ജയിപ്പിക്കാൻ കഴിയും. പിന്നെ വേറൊരു കേസ് ചിന്തിക്കണം. ജാതിയും മതവും വർഗവ്യത്യാസവും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ചാണ് ഇവൻ ഉട്ടോപ്യൻ ചിന്താഗതി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉന്നത കുലന്മാർ ഇന്ത്യ മഹാരാജ്യത്തല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോന്ന് നീയൊക്കെ ആദ്യം ഒന്ന് അന്വേഷിച്ചു നോക്കും. പ്രത്യേകിച്ച് അത് അന്വേഷിച്ചു നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രത്യേകം അന്വേഷിക്കണം. കാരണം ഗുലാഗുകൾ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ കൊന്നു കളഞ്ഞത് ഇതുപോലുള്ള ജന്മിമാരെ ഉന്നത കുലന്മാരെയാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിങ്ങളുടെ ഈ കൊലജാതന്മാരൊന്നും മഷിയിട്ടാ പോലും കിട്ടില്ല. അപ്പൊ ഈ വർഗീയ തീവ്രവാദികൾ പറയും പോലെ സ്റ്റാലിൻ ഒരു പരാജയമൊന്നും ആയിരുന്നില്ല. അയാൾ എന്താണോ മനസ്സിൽ കണ്ടത് അത് നടപ്പിലാക്കിയിട്ട് മരണം വരെ സോവിയറ്റ് യൂണിയൻ ഭരിച്ചിട്ടാണ് പോയത്. ലോകത്തെ തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ വിട്ടു പോയത്.